ദീർഘനാളുകളായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ഈ ഒരു വർഷം നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടുതലായി ഫോക്കസ് ചെയ്യുക. അതിലൂടെ ഒരു വലിയ ദൈവപ്രവൃത്തി നമുക്ക് കണ്ട് സന്തോഷിക്കണം. കാരണം അടുത്ത ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന വലിയൊരു ദൗത്യം ദൈവം നമ്മിൽ നിക്ഷിപ്തമാക്കിയിരിക്കുകയാണ്. ആ വലിയ ഉത്തരവാദിത്തം കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. നാളെയുടെ ദിനങ്ങളിൽ നമ്മുടെ സഭയെ നയിക്കേണ്ടവരാ, നമ്മുടെ കുടുംബത്തിന് ആശ്വാസമായി തീരേണ്ടവരാ, സമൂഹത്തിന് മാതൃകയുള്ള അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ തീരണം, വ്യത്യസ്തരായിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു മോശയെ പോലെ, ശൗമേലിനെ പോലെ, ദാനിയേലിനെ പോലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോഴും ദൈവത്തിന്റെ പ്രമാണങ്ങളെ മുറുകെ പിടിച്ച് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് അനുവദിച്ച മാസത്തിൽ 3 ശനിയാഴ്ചകൾ ഇങ്ങനെ പ്രോഗ്രാം ക്രമീകരിക്കാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഇതൊരു തുടക്കമാണ്. വരും ദിവസങ്ങളിൽ അനേക കുഞ്ഞുങ്ങളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യണം. വലിയൊരു മൂവ്മെന്റ് ആയിട്ട് ഇത് മാറണം. എത്ര പേര് വിശ്വസിക്കുന്നു? വലിയൊരു മൂവ്മെന്റ് ആയിട്ട് മാറണം. ഒരു വലിയ കൂട്ടം കുഞ്ഞുങ്ങൾ സഭയിൽ കടന്നു വരണം. അവർ കർത്താവിനെ സുരക്ഷിതാവായി സ്വീകരിക്കണം. അവർ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്നവരായി തീരണം. നമ്മുടെ ഇതിന് പേരിട്ടിരിക്കുന്ന യൂത്ത് അബ്ലേസ് എന്ന പേരാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം ജ്വലിക്കുന്ന യുവത്വം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ജ്വലിക്കുന്ന യുവത്വം. അതിന് തിരഞ്ഞെടുത്ത വാക്യം അപ്പോസ്തലൻ പൗലോസ് 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ നിജപുത്രനായ തിമോഥെയോസിനോട് താൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നിലുള്ള കൃപാവരത്തെ എന്ത് ചെയ്യണം? ജ്വലിപ്പിക്കണം. നാം എല്ലാവരും കത്തി ജ്വലിക്കുന്നവരായി തീരണം. നമുക്ക് ജ്വലിക്കുവാൻ സാധിക്കുന്നത്? നമുക്ക് സ്വയമേ ജ്വലിക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ, സ്നേഹത്തിന്റെ അപ്പോസ്തലനായ യോഹന്നാൻ, 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം: പിതാക്കന്മാരെ, ആദ്യം മുതലുള്ളവരെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും. അടുത്ത സെന്റൻസ്, ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും. അപ്പോൾ എങ്ങനെയാ ജ്വലിക്കുവാൻ സാധിക്കുന്നത്? ജ്വലിക്കണമെങ്കിൽ അകത്തെന്തെങ്കിലും, കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച്, കുഞ്ഞുങ്ങൾ ജ്വലിക്കണമെങ്കിൽ അകത്തെന്തെങ്കിലും, അല്ല ചുമ്മാ ജ്വലിക്കാൻ പറ്റുമോ? ഈ വിളക്ക് കത്തണമെങ്കിൽ അകത്തെന്തോ ഉണ്ടാകണം. തിരി ഉണ്ടായിട്ട് കാര്യമുണ്ടോ? പിന്നെന്ത് വേണം? എണ്ണ വേണം. എണ്ണ ഉണ്ടെങ്കിൽ, എണ്ണയില്ലെങ്കിൽ എന്ത് പറ്റും? അത് പുകഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. എന്നാൽ കത്തണമെങ്കിൽ എന്ത് വേണം? അതിനകത്ത് എണ്ണ വേണം. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നമ്മുടെ അകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജ്വലിക്കുവാൻ സാധിക്കത്തുള്ളൂ, നമുക്ക് പ്രകാശിക്കുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് എന്തുകൊണ്ടായിരിക്കണം കുഞ്ഞുങ്ങളെ? എന്തുകൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞേ? ദൈവത്തിന്റെ വചനം. എല്ലാവരും ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ജ്വലിക്കണം. കുഞ്ഞുങ്ങൾ മാത്രം ജ്വലിച്ചാൽ പോരാ, ഇവിടെ ഇരിക്കുന്ന പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ജ്വലിക്കണം. ജ്വലനം നടക്കണമെങ്കിൽ എന്തുണ്ടാകണം? ദൈവത്തിന്റെ, എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം നമ്മുടെ അകത്ത് ഉണ്ടാകണം. അങ്ങനെയാണ് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും. അപ്പോൾ എന്നാ സംഭവിക്കും? നമുക്കൊരു വിക്ടറി ഉണ്ട്. എന്താ വിക്ടറി? ദുഷ്ടനെ ജയിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ അന്ധകാര ലോകത്തിൽ, അതാണ് പത്രോസ് പറയുന്നത്, നിങ്ങളും അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. ഡാനി, അത്ഭുതം എങ്ങോട്ട് വിടുന്നതാണ്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. അപ്പോൾ നമ്മൾ എവിടെ കടന്നവരാ? അന്ധകാരത്തിൽ, ഇരുട്ടിൽ കടന്നവരാ. അപ്പോൾ ഒരു കാര്യം മറന്നു പോകരുത്, ഇരുട്ടിന്റെ ശക്തികൾ നമ്മെ പിന്തുടരുന്നുണ്ട്. നമ്മെ തോൽപ്പിക്കുവാൻ, നമ്മെ പരാജയപ്പെടുത്തുവാൻ, നാം ആയിരിക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മെ തള്ളിയിടുവാൻ ശ്രമിക്കുന്ന അന്ധകാര മേഖലകളെ പരാജയപ്പെടുത്തണമെങ്കിൽ നമ്മുടേതായ കഴിവുകൊണ്ട് സാധിക്കത്തില്ല. മറിച്ച് നമ്മുടെ അകത്ത് എന്തുണ്ടായിരിക്കണം? ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം. അങ്ങനെയല്ലേ കർത്താവായ യേശുക്രിസ്തു എങ്ങനെയാ പിശാചിനെ തോൽപ്പിച്ചത്? എങ്ങനെയാ യേശുക്രിസ്തു തോൽപ്പിച്ചത്? പിശാചിനെ തോൽപ്പിച്ചോ? എപ്പോഴാ
കർത്താവ് എത്ര ദിവസം ഫാസ്റ്റിംഗ് ഇരുന്നു? 40 ദിവസം ഫാസ്റ്റിംഗ് ഇരുന്ന ശേഷം എന്നെ കർത്താവ് അങ്ങോട്ട് പോയി മരുഭൂമിയിലേക്ക് എന്ത് ചെയ്തു? നടത്തപ്പെട്ടു. ആ സമയത്ത് അവിടെ ആര് വന്നു? പിശാച് വന്നു. പിശാച് എന്തിനാ വന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കേണ്ടതിന് പിശാച് എന്ത് ചെയ്തു? പിശാച് അടുത്ത് വന്നിട്ട് എന്താ ഗുസ്തി ചെയ്യുകയാണ് ചെയ്തത്. എന്ത് ചെയ്തു? പ്രലോഭനങ്ങൾ കർത്താവിന് എന്ത് ചെയ്തു? ഇട്ടുകൊടുത്തു. അപ്പോൾ യേശു കർത്താവ് എങ്ങനെ ഈ പ്രലോഭനങ്ങളെ ജയിച്ചത്? പിശാച് എന്ന് പറഞ്ഞോ? ഞാൻ ആരാണെന്ന് അറിയാമെന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെന്താ പറഞ്ഞത്? ദൈവത്തിന്റെ വചനമെന്ന വാൾ ഉപയോഗിച്ച് എന്നാ ചെയ്തു? അവിടെ നമ്മൾ വായിക്കുന്ന ഒരു പദമുണ്ട്, വചനം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തൊരു പദം കൂടെ ഉണ്ട്. കുറെ നാളത്തേക്ക് എന്ത് ചെയ്തു? പിശാച് എന്ത് ചെയ്തു? അവരെ വിട്ട് എല്ലാ കാലത്തും പോവും. അങ്ങനെയൊക്കെ ഒരു കാര്യം ഓർക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രലോഭിക്കുവാൻ വേണ്ടി, തന്റെ മിഷനെ തകർത്ത് കളയുവാൻ വേണ്ടി സ്വർഗീയ പിതാവ് തന്നെ അയച്ചതിന്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി ഇരുട്ടിന്റെ ശക്തികൾ മുഴുവനത്തോട് എഴുന്നേറ്റപ്പോൾ സ്തോത്രം, അതിനെ കർത്താവായ യേശു ക്രിസ്തു പരാജയപ്പെടുത്തി. അങ്ങനെയെങ്കിൽ കർത്താവ് എന്താ നമ്മെ കുറിച്ചും ആഗ്രഹിക്കുന്നത്? നിങ്ങളും ദുഷ്ടനെ പരാജയപ്പെടുത്തണം, നിങ്ങളും സാത്താനെ തോൽപ്പിക്കുന്നവരായി തീരണം, നിങ്ങളും ഇരുട്ടിന്റെ ശക്തികളെ തോൽപ്പിക്കുന്നവരായി തീരണം. ഇരുട്ടിന്റെ ശക്തികളെ തോൽപ്പിക്കണമെങ്കിൽ നമ്മുടെ അകത്ത് എന്തുണ്ടായിരിക്കണം? ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം. എല്ലാവരും ചേർന്ന് എന്നോട് പറഞ്ഞാട്ടെ, ദൈവത്തിന്റെ വചനം ഉണ്ടായിരിക്കണം. ഈ 2025 നമുക്ക് വേറൊന്നും നേടാൻ പറ്റിയില്ലെങ്കിലും ഈ തിരുവെഴുത്ത് മുഴുവനും ഒരാവർത്തിയെങ്കിലും വായിച്ചു തീർക്കുവാൻ, വെറുതെ വായിക്കുകയല്ല, ഈ വചനം ഉള്ളിലാക്കുവാൻ. അതാണ് ദാവീദ് പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്റെ കാലിന് പാതയ്ക്ക്, അപ്പൊ കാലിന് ദീപം. അന്ധകാരത്തിന്റെ മേഖലകൾ നമ്മെ പിടിക്കുവാൻ വരുമ്പോൾ നമ്മെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം വിശ്വസിക്കുന്നവർ ആ കരം ഉയർത്തി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ 2025 ദുഷ്ടനെ തോൽപ്പിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വചനം വായിക്കണം, ഇത് ഗ്രഹിക്കണം, ഇത് പഠിക്കണം. കുഞ്ഞുങ്ങളെ ശ്രദ്ധിച്ചേ, ദൈവത്തിന്റെ വചനം എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വായിക്കണം. വായിക്കുക മാത്രമല്ല, ഇത് നന്നായിട്ട് പഠിക്കണം. എന്തിനാണെന്നറിയാമോ? നമുക്കൊരു ദുഷ്ടശക്തിയുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ജഡരക്തങ്ങളോട്, വാഴ്ചകളോടും അധികാരങ്ങളോടുമാ നമുക്ക് പോരാട്ടമുള്ളത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ ചിന്തിക്കണം. കുഞ്ഞുങ്ങളൊക്കെ എന്നെ ശ്രദ്ധിച്ച്, ലോകത്തിന്റെ മോഹങ്ങൾ നമ്മെ വശീകരിക്കുമ്പോൾ, ലോകത്തിന്റെ മോഹങ്ങൾ നമ്മെ പ്രലോഭിപ്പിക്കുമ്പോൾ അതിനെ ജയിക്കുവാൻ നമ്മുടെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കണം. ഈ ദൈവശക്തി എങ്ങനെയാ വ്യാപരിക്കുന്നത്? ദൈവത്തിന്റെ വചനം വായിക്കുന്നതിലൂടെ. എങ്ങനെയാ നമ്മൾ ശക്തരായി തീരുന്നത്? ആരാ ശക്തര്? ഇന്ന് രാവിലെ ബൈബിൾ വായിച്ച എത്ര പേരുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ചോദിച്ചു 2 വാക്യം മെമ്മറി വേർഡ്സ് പഠിച്ചാൽ നിങ്ങൾ ആരാണ്? ശക്തരാ, നിങ്ങൾ ബലശാലികളാ. എന്തെല്ലാം പ്രശ്നം വന്നാലും ദൈവത്തിന്റെ വചനം ജീവനുള്ളതാ, ചൈതന്യമുള്ളതാ. അങ്ങനെങ്കിൽ എത്ര പ്രതിസന്ധി വന്നാലും നമുക്കതിനെ തോൽപ്പിക്കാൻ പറ്റും. അവിടെ നമ്മൾ വായിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പിശാച് കുറെ നാളത്തേക്ക് എന്ത് ചെയ്തു? വിട്ടുപോയി. അങ്ങനെങ്കിൽ കർത്താവിന്റെ രക്തത്താൽ വീട്ടിലേക്കൂട്ട ദൈവമക്കളെ, കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല. ദൈവത്തെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ദുഷ്ടനെ തോൽപ്പിക്കണോ കുഞ്ഞുങ്ങളെ? നമുക്ക് ഈ 2025 ഒരു വിജയകരമായ ജീവിതം നയിക്കണം. തോറ്റവരായി തീരരുത്. നമ്മൾ ആരായിരിക്കണം? ജയിക്കുന്നവരായിരിക്കണം. ആർക്കെങ്കിലും തോൽക്കാൻ ഇഷ്ടമുണ്ടോ? നമുക്ക് ആർക്കും ഇഷ്ടമില്ല. പക്ഷെ തോറ്റു പോവുക അല്ലേ? നമ്മൾ സ്കൂളിൽ പോകുന്നത് എന്തിനാണ്? പഠിക്കാനാ. പഠിക്കുമ്പോൾ പരീക്ഷ എഴുതുന്നത് എന്തിനാണ്? ജയിക്കാനാ. പക്ഷെ സംഭവിക്കുന്നതല്ല, പലപ്പോഴും ജയിക്കാൻ പറ്റും. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ നമ്മുടെ മനസ്സ് പലപ്പോഴും അതിനെ ഏകാഗ്രപ്പെടുത്തുവാൻ നമുക്ക്, അതുകൊണ്ട് നമ്മളെല്ലാവരും ജയിക്കണം. നമ്മളെല്ലാവരും ജയിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ജയിക്കുവാൻ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ജയിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിന്റെ വചനം ഉള്ളിലാക്കുവാൻ ശ്രമിക്കുക. ആ നിലകളിൽ മുൻപോട്ട് പോകുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.